ഇപ്പോൾ SITയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചുമെല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശന് മിണ്ടാട്ടില്ല, ജാതിയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യവും വീണ്ടും പറയുകയാണ്, ഇത്തരത്തിലുള്ള കൊള്ള നടത്തിയിട്ടുള്ളവരാരൊക്കെയാണെന്നുള്ളതിനെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം. ആവശ്യമായ പരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കി. ഇപ്പോൾ 30 ദിവസം കൊണ്ട് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ SITക്ക് പുറമെയാണ് വിജിലൻസ് അന്വേഷണം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അന്ന് ഭരണസമിതി പ്രസിഡൻ്റായിരുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ബോർഡ് അംഗം അജയ് തറയിലുമാണ്. ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ലാത്തതാണ് വാജി വാഹനം. അത് 10 കിലോ വരുന്ന വളരെ പ്രധാനപ്പെട്ട പഞ്ചലോഹമാണ്. ആ പഞ്ചലോഹത്തിൻ്റെ മേലെ സ്വർണം പൊതിഞ്ഞതാണ്. അതാണ് തന്ത്രി കൊടുത്തത്. അത് യഥാർത്ഥത്തിൽ ബോർഡിൻ്റെ കയ്യിലുണ്ടാവേണ്ടതാണ്. അപ്പോൾ തന്ത്രിക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്തായിരുന്നു കാര്യം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ പോയതിനെപ്പറ്റി ഇപ്പോഴും പറയുന്നില്ല. ഒന്നുകിൽ ഹൈക്കമാൻഡ് പറയണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് വന്നതെന്ന്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ കോൺഗ്രസ്സുകാർ കർണാടകത്തിലെ കോൺഗ്രസ്സുകാരുടെ പിന്തുണയോടുകൂടിയാണ് കണ്ടതെന്നാണ്.